ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ പോട്ട് മിക്സും ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഈ കാണുന്ന വെറൈറ്റീസ് ഒന്നുമല്ല, എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. നമ്മുടെ മാർക്കറ്റിൽ പല വെറൈറ്റിയിലും ഒരുപാട് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റിയും കാണണമെന്നില്ല. കുറച്ച് റെഡ് വെറൈറ്റി, പിന്നെ ഡയമണ്ട് പിങ്ക്, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റീസ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പിന്നെ ഓൺലൈനായിട്ട് ഒരുപാട് സെല്ലേഴ്സ് ഇതുപോലെ അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെയിൽ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റ്സുകൾ മേടിച്ച് വളർത്തുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് നെറ്റ് പോട്ടിൽ കിട്ടുന്ന കുഞ്ഞു പോട്ടിൽ കിട്ടുന്ന പ്ലാന്റ്സുകളുണ്ടല്ലോ, അങ്ങനെയുള്ളത് നമ്മൾ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയോട് അത് പെട്ടെന്ന് ഇണങ്ങിച്ചേരുകയും നല്ല രീതിയിൽ അതൊരു വളർച്ച കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സുകൾ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവയുടെ ലൈറ്റിംഗ് ആണ്. നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇവയ്ക്ക് അത്യാവശ്യം. ഇവയ്ക്ക് നേരിട്ട് സൂര്യനെ കാണാം, പക്ഷേ ഇവയിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാർപോർച്ചുകളിൽ, സിറ്റ് ഔട്ടുകളിൽ, അതുപോലെ തന്നെ ഷെയ്ഡിൻ്റെ കീഴത്ത് ഒക്കെ നമുക്ക് ഈ പ്ലാന്റ് വളർത്താവുന്നതാണ്. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴത്തൊക്കെ നമുക്ക് വളർത്താവുന്നതാണ്. അപ്പം നേരത്തെ ഒരു ലൈറ്റ് ഇവയ്ക്ക് അവർക്ക് ആവശ്യമുള്ളൂ, അത് നമുക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവയുടെ ലീഫുകൾ ചൊള്ളിപ്പോകും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഭംഗിയും പോകും, അതുപോലെ തന്നെ പ്ലാന്റ് നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവയ്ക്കയുടെ പോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പോട്ട് മിക്സ് എന്തൊക്കെ ഉപയോഗിക്കാമെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതായിരിക്കും. ഞാനാണെങ്കിൽ വലിയ പ്ലാന്റ്സുകളും ചെറിയ പ്ലാന്റ്സുകളും ഒക്കെ ഞാൻ മേടിച്ച് വളർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് കൊച്ചു പ്ലാന്റ്സുകൾ മേടിച്ച് വളർത്തുമ്പോൾ അതിന് നല്ല വളർച്ചയും കാണിക്കുന്നുണ്ട്. ആ പ്ലാന്റ്സുകൾ അങ്ങനെ നശിച്ചു പോകത്തില്ല. പക്ഷേ വലിയ പ്ലാന്റ്സുകൾ നമ്മൾ മേടിച്ച് വെച്ച് കഴിയുമ്പോൾ ഓരോ തണ്ടൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്, ഒരു പ്ലാന്റ് ആയിരിക്കും, അതിന് തൈകളൊന്നും ഉള്ളതായിരിക്കത്തില്ല. അതിന് ഒരു പ്ലാന്റ് തന്നെ 350, അങ്ങനെ അതിന് മേലോട്ടൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി നല്ല റേറ്റിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ മേടിക്കുന്നത്. അത് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ പോട്ട് മിക്സുമായിട്ട് അത് ഇണങ്ങി ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഴുകി പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ എല്ലാം ഒന്നും അഴുകി പോകുന്നില്ല, ചില പ്ലാന്റ്സുകൾ. പക്ഷേ ഈ കുഞ്ഞു പ്ലാന്റുകൾ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകത്തില്ല. എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് കിട്ടും. ഞാൻ അന്ന് മേടിച്ചതിൽ നമ്മൾ കോംബോ ഓഫറിൽ 10-12 പ്ലാന്റുകൾ, അങ്ങനെ 7 പ്ലാന്റുകൾ അങ്ങനെയൊക്കെ മേടിക്കുന്ന ഞാൻ ഈ പ്ലാന്റുകൾ ഇരിക്കുന്നതെല്ലാം കോംബോയിൽ കൊച്ചു പ്ലാന്റ്സുകൾ മേടിച്ച് വളർത്തിയ പ്ലാന്റുകളാണ്. ഇതിൽ കുറച്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ വലിയ പ്ലാന്റ് മേടിച്ചത്. അതിന് ഇതുവരെ തൈ ആവാത്തതും ഇങ്ങനെ ഒരു മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ചില പ്ലാന്റുകൾക്ക്. ചില നല്ലതായിട്ട് വളർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞു പ്ലാന്റുകളെല്ലാം എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കുഞ്ഞു പ്ലാന്റുകളാണ്, ഞാൻ മേടിച്ച് വെച്ച കുഞ്ഞു പ്ലാന്റുകളാണ്. അതെല്ലാം ഇപ്പം വളർന്ന് അതിനകത്ത് ഇപ്പം ബേബീസൊക്കെ വന്നു തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് മേടിച്ച് വളർത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുവരാനും പറ്റും. ഇനി അഗ്ലോണിമ പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ട് മിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നെറ്റ് പോട്ടിൽ മേടിച്ച ഒരു പ്ലാന്റ് ചെറിയ പോട്ടിൽ വെച്ച് വളർന്നു കഴിഞ്ഞു. അതിനെ നമുക്ക് ഈ ഒരു പോട്ടിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ചുടുകട്ട ഇട്ട് കൊടുക്കാം. ചുടുകട്ട ഇട്ട് കൊടുക്കുന്നത് ഡ്രെയിനേജിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പോട്ട് മിക്സായിട്ട് ഉപയോഗിക്കാനായിട്ട് മണലാണ് എടുത്തിരിക്കുന്നത്. മണലും മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, അല്പം മാത്രം ചാണകപ്പൊടി, പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പെർലൈറ്റാണ്. ഇത് നല്ല രീതിയിൽ ഡ്രെയിനേജ് കിട്ടുന്ന രീതിയിലുള്ള പോട്ട് മിക്സാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മണ്ണിന് പകരം, മണ്ണും മണലിന് പകരം നിങ്ങൾക്ക് ഉമി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഉമി കിട്ടാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പോട്ട് മിക്സ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉമി കിട്ടുവാണെങ്കിൽ ഈ മണലിന് പകരം ഉമിയായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ല രീതിയിൽ പ്ലാന്റ് വളരുകയും ചെയ്യും, നല്ല ഡ്രെയിനേജും കിട്ടും. ഞാൻ പിന്നീട് നട്ടതിനെല്ലാം നമ്മൾ ഉമി ചേർത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഫംഗിസൈഡായിട്ട് സാഫ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉമി കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് പോട്ട് മിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലായിടത്തും ഉമി കിട്ടണമെന്നില്ല. ഞാൻ ഒരുപാടടുത്ത് നടന്നിട്ടാണ് എനിക്കിവിടെ ഉമി കിട്ടിയത്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉമി കൂടുതലായിട്ട് കിട്ടുന്ന പ്രദേശമുണ്ട്. അവർക്ക് ഇത് ഉമി ചേർത്തിട്ട് വേണം നടാനായിട്ട് കേട്ടോ. ഉമിയാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഉമി കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചത്. പിന്നീട് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉമി കിട്ടി. അതിനുശേഷം ഞാൻ നട്ടതിനെല്ലാം ഉമി ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മണ്ണ് ആ ഒരു പോട്ടിലോട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൊച്ചു പോട്ടിലിരിക്കുന്ന പ്ലാന്റ് സൈഡുകളിലെല്ലാം നല്ല രീതിയിൽ തട്ടി കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വരും.
ഇപ്പോൾ കണ്ടോ ഈ ഒരു പ്ലാന്റ് നല്ല വേരായിട്ടുണ്ട്. ഇത് നമുക്ക് നെറ്റ് പോട്ടിൽ കുഞ്ഞു പോട്ടിലുള്ള പ്ലാന്റ് മേടിച്ച പ്ലാന്റ് കേട്ടോ. അതിപ്പോൾ കണ്ടോ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ആ ഒരു വലുപ്പത്തിലുള്ള പോട്ടിലോട്ട് നടാം. നമ്മൾ എപ്പോഴും നെറ്റ് പോട്ടിൽ കിട്ടുന്ന പ്ലാന്റുകൾ ചെറിയ പോട്ടിലേ നടാവൂ. ഇത്രയും വളർന്നതിന് ശേഷം മാത്രമേ ഈ ഒരു സൈസിലുള്ള പോട്ടിലോട്ട് നടാവൂ. അതാകുമ്പോൾ ഒരുപാട് ബേബി പ്ലാന്റ്സുകൾ ഉടനെ തന്നെ വരികയും ചെയ്യും. ഒരുപാട് കുഞ്ഞു പ്ലാന്റ് എടുത്ത് വലിയ പോട്ടിൽ നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്, ഇതിനകത്ത് ഇലപ്പേൻ എന്ന് പറയുന്നൊരു സംഭവം വരാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ശരിക്കും നമ്മുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ നമ്മൾ പോയി മേടിക്കുമ്പോൾ നമ്മൾ നോക്കി ശ്രദ്ധിക്കാതൊക്കെ മേടിക്കുന്ന പ്ലാന്റുകളിലാണ് അങ്ങനെ വരുന്നത്. നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ തണ്ടുകളിലും ഇലയൊക്കെ ഒന്ന് പൊക്കി നോക്കിയിട്ട് അതിനകത്ത് ഇതുപോലെ ഇലപ്പേൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. പിന്നെ ഫേസ്ബുക്ക് വഴി ചിലരൊക്കെ പറ്റിക്കാനായിട്ട് നടക്കുന്നവരുണ്ട്. എനിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പ്ലാന്റുകളൊന്നും ആയിരിക്കത്തില്ല വരുന്നത്, ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ മേടിച്ച വെറൈറ്റി ഒന്നും ആയിരിക്കത്തില്ല. അതിനകത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇലപ്പേനൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾ ഇലപ്പേനൊക്കെ ഉള്ള പ്ലാന്റുകളാണെങ്കിൽ ഇതുപോലെ നല്ല വെറൈറ്റി പ്ലാന്റ്സുകളുടെ അടുത്തൊന്നും കൊണ്ട് വെക്കരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അഡ്മയർ വാങ്ങി നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലപ്പേന് അത് മാറിക്കിട്ടും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലപ്പേനെല്ലാം മാറിക്കിട്ടും. അല്ല ഒരുപാട് ഇലപ്പേനുണ്ട്, നമുക്കത് ഒട്ടും മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് നശിപ്പിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കെല്ലാം ഇത് പിടിപെടും. നല്ല പ്ലാന്റ്സുകൾ നമ്മൾ ദൂരെ പോയി മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നോക്കാം. പ്രൊപ്പഗേഷനായിട്ട് ഇതുപോലെ പ്ലാന്റുകളുടെ അടിയിലായിട്ട് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സുകൾ വരും. അത് നമുക്ക് ഇതിനകത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നമുക്ക് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ അവിടെ ഈ വേരുകളൊക്കെ വന്നിരിക്കുന്ന ഒരു കണ്ടായിരുന്നോ? ആ വേരുകൾ വന്നതിൻ്റെ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ചില പ്ലാന്റുകൾക്ക് ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒന്നും വരണമെന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ തണ്ട് നല്ല മുറ്റിയ തണ്ടിൻ്റെ അവിടെ നമ്മുടെ ഇതുപോലെ വേര് വന്നിട്ടുണ്ടായിരിക്കും. അല്ല വേരില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് നമ്മളത് നല്ല മുറ്റിയ തണ്ടിൻ്റെ മോൾവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേറൊരു പ്ലാന്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കരിക്കട്ട പൊടിച്ച് അത് ചേർക്കുകയോ അല്ലെങ്കിൽ സാഫ് ചേർക്കുകയോ ചെയ്യാം ഫംഗിസൈഡായിട്ട്. നമുക്ക് എന്നിട്ട് അതെടുത്ത് വേറൊരു പോട്ടിലോട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അവിടെ വെച്ച് പുതിയ ഷൂട്ട്സ് വരികയും ചെയ്യും. ഈ പ്ലാന്റുകൾ, ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ വലിയ പ്ലാന്റ്സുകൾ മേടിച്ച് വെച്ചതാണ്. ഇതിനകത്തൊന്നും പുതിയ ഷൂട്ട്സുകളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച വീഡിയോയിൽ ആദ്യം കാണിച്ചതെല്ലാം നമുക്ക് കുഞ്ഞു നെറ്റ് പോട്ടിൽ കിട്ടിയ പ്ലാന്റുകൾ മേടിച്ച വളർത്തിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സുകളിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മളത് നുള്ളിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഇരിക്കും. പിന്നെ അടുത്തൊരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഷൂട്ട്സുകൾ അതിനകത്ത് ഉണ്ടാവും. ഞാൻ ഈ ഒരു പ്ലാന്റുകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നീട് വന്ന പ്ലാന്റുകളാണ് ആ സൈഡിൽ വളർന്നിരിക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് ഒരു പ്ലാന്റായിട്ട് വളർത്തുകയും ചെയ്യാം. ഈ തണ്ടായിട്ടിരിക്കുന്നതിനകത്ത് പിന്നീട് ഷൂട്ട്സുകൾ വരികയും ചെയ്യും. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത പ്ലാന്റുകൾ നമ്മൾ ഫംഗിസൈഡൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ നമ്മൾ വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു തണ്ട് മുറിച്ച് കണ്ട് വെള്ളത്തിലിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അതിനകത്തെല്ലാം നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. നമ്മൾ വേര് വന്നതിന് ശേഷം നമുക്കതെടുത്ത് നടുകയും ചെയ്യാം. അല്ല വേര് വന്നതിന് ശേഷം നിങ്ങൾക്ക് ടേബിൾ ടോപ്പായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ തന്നെ വെച്ച് വളർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.